മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. അസമിലെ എക്സിറ്റ് പോൾ റിസൾട്ടുകളൊക്കെ തന്നെ പുറത്തു വന്നിരിക്കുന്നു. ഒരൊറ്റ എണ്ണത്തിൽ പോലും കോൺഗ്രസ് അധികാരത്തിലേക്ക് എത്തുമെന്ന് പറയുന്നില്ല. ഭാരതീയ ജനതാ പാർട്ടി മൂന്നാം തവണയും അസമിൽ അധികാരത്തിലേക്ക് എത്തുമെന്നാണ് സകല എക്സിറ്റ് പോൾ റിസൾട്ടുകളും വ്യക്തമാക്കുന്നത്. ഇന്ത്യ ടുഡേ കൃത്യമായിട്ട് എടുത്തു പറയുന്നു, 88 മുതൽ 100 സീറ്റ് വരെ BJPക്ക് NDAക്ക് ലഭിക്കുമെന്ന്. അവിടെ കോൺഗ്രസിന് പറയുന്നത് 24 to 36 അതേപോലെ തന്നെ JVC ടൈംസ് നൗ കൃത്യമായിട്ട് പറയുന്നു 88 മുതൽ 101 സീറ്റ് വരെ NDAക്ക് ലഭിക്കുമെന്ന്. അവിടെ കോൺഗ്രസിന് പറയുന്നത് 22 to 33. അതേപോലെ മാട്രിക്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ 85 to 95 വരെ. അവിടെ കോൺഗ്രസിന് പറയുന്നത് 25 to 32 വരെ. പീപ്പിൾസ് പൾസ് പറയുന്നു 88 മുതൽ 96 വരെ. അവിടെ കോൺഗ്രസിന് പറയുന്നത് 30 to 34. മൂന്നാം തവണയും BJP അധികാരത്തിലേക്ക് എത്തുമെന്നുള്ളത് ഓരോ എക്സിറ്റ് പോളുകൾക്കും ഒരു സംശയമില്ലാതെയാണ് പുറത്തുവിട്ടിട്ടുള്ളത്. ഓരോ എക്സിറ്റ് പോൾ റിസൾട്ടിലും വളരെ വ്യക്തമാണ് BJP അസമിൽ അധികാരത്തിലേക്ക് എത്താൻ പോകുന്നു എന്നുള്ളത്. ഈ എക്സിറ്റ് പോളുകളൊക്കെ ഇതിലപ്പുറം ഒന്നും സംഭവിക്കില്ല എന്നുള്ളതും അസമുമായി ബന്ധപ്പെട്ട വാർത്തകളും അസമുമായി ബന്ധപ്പെട്ട് BJPയുടെ പ്രചരണങ്ങളൊക്കെ കണ്ട് സകല ആളുകൾക്കും അറിയാം, മൂന്നാം തവണയും ഈസി ആയിട്ട് BJP അവിടെ അധികാരത്തിലേക്ക് എത്തും എന്നുള്ളത്. നിങ്ങൾ ഇത് തന്നെ കണ്ടില്ലേ, ഹിമന്ത ബിശ്വ ശർമ്മ അവിടുത്തെ BJPയുടെ മുഖ്യമന്ത്രി, അസമിന്റെ BJP മുഖ്യമന്ത്രി, അദ്ദേഹം അവിടെ ജനങ്ങൾക്കിടയിലാണ്. ജനങ്ങളിൽ ഒരാളായിട്ട് അദ്ദേഹം ഇറങ്ങി നിന്നുകൊണ്ടുള്ള എന്ത് സുന്ദരമായിട്ടുള്ളൊരു പ്രചരണമാണ് BJP അവിടെ കാഴ്ചവെച്ചിട്ടുള്ളത്. അതേസമയം അവിടെ കോൺഗ്രസിന്റെ അവസ്ഥ എന്തായിരുന്നു? കോൺഗ്രസ് അവിടെ തമ്മിലടി, കോൺഗ്രസിന്റെ ഉള്ളിലടി. ഇനി സഖ്യ വിഷയോ അതും തമ്മിലടിച്ചു പിരിഞ്ഞു. കോൺഗ്രസ് എക്സിറ്റ് പോളുകളിലൊക്കെ തന്നെ കോൺഗ്രസ് എന്ന് മാത്രം ഒരു സഖ്യം പോലുമില്ല. ഈ രാഹുൽ ഗാന്ധിയോടൊക്കെ പറയാനുള്ളത്, ഈ വോട്ട് ചോരിയോ എന്നൊക്കെ പറഞ്ഞാണല്ലോ ബീഹാറിലൊക്കെ ചാടി വീണത്. ഇപ്പൊ എക്സിറ്റ് പോൾ റിസൾട്ട് ആണല്ലോ വന്നിട്ടുള്ളത്. ഈ രാഹുൽ ഗാന്ധിയോടൊക്കെ പറയാനുള്ളത്, വായ പൂട്ടിയിട്ട് മാന്യമര്യാദക്ക് ആദ്യം കോൺഗ്രസിലെ പ്രശ്നം തീർക്കുക, അത് കഴിഞ്ഞ് സഖ്യത്തെ ഒന്ന് ഒരുമിച്ച് നിർത്താൻ ശ്രമിക്കുക, എന്നിട്ട് മത്സരത്തിലേക്ക് എത്തുക, എന്നിട്ട് പരാജയപ്പെടുമോ ജയിക്കുമോ എന്ന് നോക്കുക. ആ സമയത്ത് ടൂറ് പോവാതിരിക്കുക. ആ സമയത്ത് തായ്ലാന്റിലേക്ക്, ഇവിടെ ഹൈഡ്രജൻ ബോംബ് പൊട്ടിക്കുമെന്ന് പറഞ്ഞ് അതിന് ഉടനെ തന്നെ തായ്ലാന്റിലേക്കൊക്കെ പോകുന്നത് പോലെ പോവാതെ എന്തെങ്കിലും പറയാറുണ്ടെങ്കിൽ ഇലക്ഷൻ സമയത്ത് ജനങ്ങളോട് പറയാം. അല്ലാതെ ഇലക്ഷൻ സമയത്ത്, അസമിലേക്ക് ഇലക്ഷൻ സമയത്ത് രാഹുൽ ഗാന്ധി എത്ര തവണ അവിടേക്ക് പോയി? സകല മലയാളികളും തിരിച്ചറിയണോ, കോൺഗ്രസ് നിലവില്ലാ കയത്തിലേക്ക് ആഴ്ന്നുകൊണ്ടിരിക്കുന്ന, താന്നോണ്ടിരിക്കുന്ന ഒരു സ്ഥലത്ത് പോലും രാഹുൽ ഗാന്ധി എന്തുണ്ടയാ ചെയ്തത്? രാഹുൽ ഗാന്ധി കമ്പേ പരാജയമാണ് കേട്ടോ, ഒരു തർക്കമില്ലാത്ത വിഷയം, ഒരു വലിയ പരാജയം. ഭാവി പ്രധാനമന്ത്രിയായിട്ട് രാഹുൽ ഗാന്ധിക്ക് കാലാകാലവും മുന്നോട്ട് പോകാൻ സാധിക്കൂ. ഈ പറയുന്ന അസമില് ഒരു സഖ്യം പോലും മാന്യമര്യാദക്ക് ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. ഈ കഴിഞ്ഞ ബീഹാർ ഇലക്ഷനിൽ എന്തായിരുന്നു വിളിച്ചു പറഞ്ഞത്? വോട്ട് ചോരിയോ എന്ന്. ആ ബീഹാർ ഇലക്ഷൻ എന്തായിരുന്നു സംഭവിച്ചത്? 11 മണ്ഡലങ്ങളില് തമ്മിൽ തല്ലിയായിരുന്നു മത്സരിച്ചത്. ബാക്കി എല്ലാ സ്ഥലത്തും സഖ്യം. അങ്ങനെ ഒരു സഖ്യം നമ്മുടെ കേരളത്തിലെ ഉദാഹരണം എടുത്താല് മുസ്ലിം ലീഗും കോൺഗ്രസ് ഒക്കെ മാറി മാറി ഒരു 5 സീറ്റിൽ മത്സരിക്കുക, ബാക്കി 135ലും സഖ്യമാണെങ്കിൽ ആ തല്ല് തീർത്താൽ തീരൂ. അതേപോലെ ബീഹാറില് തമ്മിൽ തല്ലി മത്സരം. ഇപ്പോ ഈ പറയുന്ന അസമിലും തമ്മിൽ തല്ല്, കോൺഗ്രസിൽ വരെ ഉള്ളിൽ തല്ലോട് തല്ല്. അപ്പൊ ഇനി റിസൾട്ട് വരുമ്പോ വോട്ട് ചോരിയോ എന്ന് പറയാൻ കാത്തിരിക്കും. തർക്കമില്ല ദിശ. സകല മലയാളികളും തിരിച്ചറിയാ, അസമിലൊക്കെ BJP പണിയെടുക്കുക. A to Z കാര്യങ്ങള് ഹിമന്ത ബിശ്വ ശർമ്മ മുതൽ ബൂത്തിലെ വർക്കർ വരെ എടുത്തോണ്ടിരിക്കുക.
അതേസമയത്ത് കോൺഗ്രസ് നോക്കി നിൽക്കുക. കോൺഗ്രസിനോടൊക്കെ പറയാനുള്ളത് പോയിട്ട് പണിയെടുക്കൂ. പണിയെടുക്കാതെ ഇന്ത്യൻ രാഷ്ട്രീയത്തില് ഒരു സംസ്ഥാനത്തും ഒരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല. ഒരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല. ഒരു തർക്കമില്ലാത്ത വിഷയം. എത്ര കാലം പ്രീണിപ്പിച്ചിട്ട് കോൺഗ്രസ് വോട്ട് വാങ്ങും ഈ ഇന്ത്യ മഹാരാജ്യത്ത്? എത്ര സംസ്ഥാനത്ത് പ്രീണിപ്പിച്ചിട്ട്? ഇപ്പൊ കേരളത്തിലൊക്കെ UDF ഒരു സഖ്യമൊക്കെ ഉണ്ടാക്കി വലിയ പ്രീണനൊക്കെ നടത്തി എങ്ങനെയൊക്കെയോ അധികാരത്തിലേക്ക് എന്ന് എക്സിറ്റ് പോളുകളിലൊക്കെ പറയുന്നത് 22 to 25, 26 ശരാശരി എടുത്തു നോക്കുകയാണെങ്കിൽ അതും പണിയെടുത്ത റിസൾട്ട് അല്ല. അത് പ്രീണിപ്പിച്ചിട്ട് ഇവിടെ ഈ പറയുന്ന ന്യൂനപക്ഷൊക്കെയായി ബന്ധപ്പെട്ട് വോട്ടൊക്കെ ഉള്ളത് കൊണ്ട് സുഡാപ്പി ജിഹാദി കൂട്ടുകെട്ട് ഇവിടെ വലിയ രീതിയിൽ കോൺഗ്രസ് ഒക്കെ ആയിട്ട് ജമാഅത്തെ ഇസ്ലാമി പോലും കൂട്ടുകെട്ടൊക്കെ നമ്മുടെ കേരളത്തിൽ വിജയിക്കുന്നത് പോലെ എല്ലാ സംസ്ഥാനത്തും ഈ ഇന്ത്യ മഹാരാജ്യത്ത് എല്ലാ സ്ഥലത്തും വിജയിക്കുമെന്നാണ് കോൺഗ്രസ് കരുതുന്നത്. കോൺഗ്രസ് മണ്ണ് പണിയെടുക്കുന്നില്ല. മണ്ണിൽ കോൺഗ്രസ് ഇല്ല. അതേ സമയത്ത് BJP അധികാരത്തിലിരിക്കുമ്പോഴും ബൂത്ത് വർക്കർക്ക് വരെ അവിടെ പണിയുണ്ട്. കൃത്യമായിട്ട് എന്ത് ചെയ്യണമെന്ന് കോൺഗ്രസിൽ ഈ പറയുന്ന അസമിലൊക്കെ എന്താണ് അവസ്ഥ? 30-ലേക്ക് ഒതുങ്ങൂ, 30-ലും താഴോട്ട് വരുമെന്ന് തന്നെയാണ് പറയുന്നത്. 3-ാം തവണയും BJP അവിടെ അധികാരത്തിലേക്ക് എത്തുക. കോൺഗ്രസ് അവിടെ വട്ടപൂജ്യത്തിലേക്ക് മത്സരിച്ചോണ്ടിരിക്കുക. ഒരു കാര്യം എടുത്തു പറയാം, രാജ്യം ഇനിയും ഒരുപാട് കാലം മോദി സർക്കാർ ഭരിച്ചു മുന്നോട്ട് പോകുമെന്നുള്ളതിനൊന്നും ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട കേട്ടോ. ഈ പറയുന്ന ബംഗാളിലൊക്കെ BJP പണിയെടുത്തോണ്ടിരിക്കുക. പരാജയപ്പെടുന്നിടത്ത് പണിയെടുത്ത് ശക്തമായിട്ട് പോവാ. 24 മണിക്കൂറും ജീവിതം തന്നെ BJPക്ക് വേണ്ടി മാറ്റിവെച്ച നിരവധി ആളുകൾ പണിയെടുക്കുക. കോൺഗ്രസിൽ അങ്ങനെ ഒരു ആളുകളെ കാണാൻ സാധിക്കും ഏതെങ്കിലും സംസ്ഥാനത്ത്? ഈ വെട്ടിപ്പും മുക്കലും തട്ടിപ്പൊക്കെ എന്നല്ലത്, അതല്ലാതെ മറിച്ച് കോൺഗ്രസിനെ ഒന്ന് അധികാരത്തിലെത്തിക്കാൻ ഏതെങ്കിലും സ്ഥലത്ത് കോൺഗ്രസിനോട് ആത്മാർത്ഥതയുള്ള പ്രവർത്തകരുണ്ടോ? ആസാമിലൊക്കെ 8 നിലയിൽ പരാജയപ്പെടാൻ പോവുക. ഈ പറയുന്ന ബംഗാളിൽ എടുക്കാൻ പോലുമില്ല. ഒരു കേരളത്തിൽ മാത്രമാണ് എന്തോ ഒരു റിസൾട്ട് ഉണ്ടാവാൻ പോകുന്നത്. അതും എത്രത്തോളം പ്രീണന രാഷ്ട്രീയമൊന്നും അധിക കാലമൊന്നും മുന്നോട്ട് ഈ പച്ചവർഗീയത കോൺഗ്രസ് പൊക്കിപ്പിടിച്ച് അത് മുസ്ലിം ലീഗ് UDF-നൊപ്പം ഉള്ളിടത്തോളം കാലേ ഉള്ളൂ. ഈ മുസ്ലിം ലീഗ് നേരെ LDF-ലേക്ക് പോയാൽ CPM-നൊപ്പം നിന്നാൽ കേരളത്തില് കോൺഗ്രസിന്റെ അവസ്ഥ എന്ന് പറയുന്നത് വട്ടപൂജ്യം, വലിയ പൂജ്യം വരിക്കുക. ഒരു തർക്കം എല്ലാവർക്കും വേണ്ട. രാജ്യത്ത് കോൺഗ്രസ് തകർന്നടിഞ്ഞ് ഒന്നിനും കൊള്ളാതെ ആയിക്കൊണ്ടിരിക്കുക. അതേ സമയത്ത് അധികാരത്തിലുള്ള BJP നിരന്തരം പണിയെടുത്ത് സാധാരണക്കാരിലേക്ക് ഇറങ്ങിച്ചെന്ന് അധികാരം ഉള്ളിടത്തും അധികാരമില്ലാത്തിടത്തും ജനങ്ങൾക്ക് വേണ്ടി നിരന്തരം നിലകൊള്ളുക. അതുകൊണ്ട് അവർ ഓരോ ഇലക്ഷനിലും വിജയിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾ ഈ പറയുന്ന അസമിലൊക്കെ വലിയ റിസൾട്ടാണത്. 2 തവണ അധികാരത്തിൽ ഇരുന്നിട്ടും 3-ാം തവണ ഈസി ആയിട്ട് റിസൾട്ട് വരിക, വിജയിക്കുമെന്നുള്ളത്. അപ്പൊ എത്രത്തോളം പണി BJP എടുത്തോണ്ടിരിക്കുന്നത്. ഇതൊക്കെ തിരിച്ചറിഞ്ഞിട്ട് വേണം നാളെ രാഹുൽ ഗാന്ധി വോട്ടു ചോരിയോ എന്ന് പറഞ്ഞ് കുരക്കുന്ന സമയത്ത് അതിനെതിരെ മലയാളികൾ ഒറ്റക്കെട്ടായിട്ട് പുച്ഛിച്ച് തള്ളേണ്ടത്. മലയാളികൾക്ക് ഉത്തരവാദിത്തമുണ്ട്. ഈ രാജ്യത്ത് വോട്ടു ചോരിയോ എന്ന് രാഹുൽ വിളിച്ചു പറഞ്ഞാൽ അത് ഏറ്റുപിടിക്കാൻ കേരളത്തിലെ ആളുകളുള്ളൂ, ഓരോ സ്ഥലത്തുമില്ല. അപ്പൊ അതിനെയൊക്കെ തികഞ്ഞ അവജ്ഞയോട് കൂടിയിട്ട് പുച്ഛിച്ച് തള്ളുക തന്നെ ചെയ്യണം. അസമിലും 3-ാം തവണയും BJP സുന്ദരമായിട്ട് അധികാരത്തിലേക്ക് എത്തുന്നു. അതിലൊന്നും ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട.